മണിപ്പൂരിലും മ്യാൻമറിലും ആ, വംശീയ കലാപങ്ങൾക്ക് പിന്നിൽ വൻ ശക്തികളുടെ ഗൂഢാലോചനയാണ്. പ്രോജക്റ്റ് കുക്കി ലാൻഡ് എന്ന ഭയാനകമായ ജിയോ പൊളിറ്റിക്കൽ ട്രാപ്പിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഭാരതത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ വിരിയുന്നത് ഭീകരമായ ഒരു കെണിയാണ്. മണിപ്പൂരിലെയും മ്യാൻമറിലെയും നാം കാണുന്നത് കേവലം ഗോത്രവർഗ കലാപങ്ങൾ മാത്രമല്ല. ഇതിനു പിന്നിൽ പാശ്ചാത്യ ഏജൻസികൾ ചാണക്യതന്ത്രം മെനയുന്ന പ്രോജക്റ്റ് കുക്കി ലാൻഡ് എന്ന രഹസ്യ ഓപ്പറേഷൻ ഉണ്ടെന്ന് സംശയിക്കണം. ഇതിൽ അറിഞ്ഞോ അറിയാതെയോ തന്നെ കേരളത്തിൽ നിന്നുള്ള തിരുമേനിമാരും പള്ളിക്കാരും പട്ടക്കാരുമെല്ലാം അറിയാതെ തന്നെ ഇതിൽ ഫണ്ട് ചെയ്യുന്ന ഏജന്റുമാരായി തീരുന്നത് നാം അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിൻ്റെ ഗൂഢാലോചന? ഇന്ത്യ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നിവയുടെ അതിർത്തികൾ പങ്കിടുന്ന മലനിരകളിൽ ഒരു സ്വതന്ത്ര പ്രോക്സി സ്റ്റേറ്റ് രൂപീകരിക്കാനാണ് പാശ്ചാത്യ ശക്തികളുടെ നീക്കം. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ചൈനയെ പൂട്ടാൻ ഒരു സ്ഥിരം താവളം. ചൈന മ്യാൻമറിൽ നിർമ്മിക്കുന്ന കോക്പ്യൂ പോർട്ട് ഇന്ത്യൻ സമുദ്രത്തിലെ അവരുടെ ആധിപത്യം വർദ്ധിപ്പിക്കും. ഇത് തടയാനും ചൈനയുടെ തെക്കൻ അതിർത്തിയിൽ ഒരു സ്ഥിരം നിരീക്ഷണ കേന്ദ്രം ഒരുക്കാനുമാണ് അമേരിക്കൻ ഏജൻസികൾ ലക്ഷ്യമിടുന്നത്. ഈ പ്രദേശം അസ്ഥിരമാകുന്നതോടെ ചൈനയുടെ റെയിൽവേ, പൈപ്പ് ലൈൻ പദ്ധതികൾ അവതാളത്തിലാകും. ഇന്ത്യയുടെ മേൽ ഒരു സ്ഥിരം കടിഞ്ഞാൺ. ഭാരതത്തിൻ്റെ ആക്ട് ഈസ്റ്റ് എന്ന നയത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സംഘർഷങ്ങൾ നടക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപപ്പെട്ടാൽ അത് പൂർണ്ണമായും പാശ്ചാത്യ സൈനിക സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നായി തീരും. ഇത് ചൈനയെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് തടയാനും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളിൽ ഭാരതത്തെ തളച്ചിടാനും ഒരു പരിധിവരെ സഹായിക്കും. നാം ശരിക്കും ഭയപ്പെടണം ഇതുപോലുള്ള നീക്കങ്ങൾ. ഇതൊരു വലിയ ചെസ്സ് കളിയാണ്. ഇതിൽ കരുക്കളാക്കപ്പെടുന്നത് ഒരു സാധാരണക്കാരായ ജനങ്ങളും തകർക്കപ്പെടുന്നത് നമ്മുടെ പരമാധികാരവുമാണ്. വംശീയ കലാപങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ നടക്കുന്നത് രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള നീക്കമാണോ എന്ന് നാം തിരിച്ചറിയണം. പ്രധാനമായും രാജ്യസുരക്ഷയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ചിന്താശേഷിയും അതിനുള്ള പ്രതിബദ്ധതയുമുള്ള നരേന്ദ്രമോദി സർക്കാരിനെ പോലുള്ള സർക്കാരുകളെയും ആ ഒരു ടീമിനെയും മുന്നോട്ട് നയിക്കാനുള്ള ശക്തിയും ധൈര്യവും നൽകേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഇന്ത്യയിലെ